ഇത് നമ്മളെ നേതാവിന്റെ നേതാവുണ്ട്, നേതാവുള്ളുണ്ട്. AC ആണേ, ഭയങ്കര ചൂടല്ലേ. നേതാവേ, എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖമായിട്ട് പോകുന്നു, സുഖമായിട്ട്. അല്ല, നമ്മളെ റിസൾട്ട് ഒരു 5-8 ദിവസം കഴിഞ്ഞ ആയല്ലേ? അതിനെന്താ, നമ്മൾ ജയിച്ചല്ലോ, നമ്മൾ തീരുമാനാക്കിയല്ലോ. ജയിച്ചോ? അതൊക്കെ നമ്മൾ തീരുമാനിച്ചു. മേലെ എല്ലാ കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു. നമ്മൾ ജയിച്ചു, മാറ്റമൊന്നുമില്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഔദ്യോഗികമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് പെട്ടി മറിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ കിംവദന്തി നടന്നുകൊണ്ട് കേട്ടോ. അയ്യോ, അതൊക്കെ പ്രതിപക്ഷക്കാര് പറയുന്നല്ലേ. നമ്മളെന്താ ഭരണകക്ഷിനെ കുറ്റം പറയാൻ പ്രതിപക്ഷക്കാർ പലതും പറയും. അതൊക്കെ വെറുതെ ഒരുപാട് കിംവദന്തികളല്ലേ. നമ്മൾ വെട്ടിമറിച്ചതൊക്കെ അതൊക്കെ വെറുതെയാണെന്ന്. നീ എന്താ ഇവിടെ? ഞാൻ മോനെ ഇവിടെ ഒന്ന് ചേർക്കണം, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നു. ഇവിടെയോ? ഇത് ഇന്റർനാഷണൽ സ്കൂളല്ലേ? അതറിയാ. ഇവിടെയൊക്കെ ഒരുപാട് പൈസ ആവുമല്ലോ. ഫീസാവും, എങ്ങനെയാലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അവരെ പഠനം ഉഷാറാവട്ടെ, ഞാനിപ്പോ അത്രേ ചിന്തിക്കണുള്ളൂ. എന്ത് കഷ്ടപ്പെട്ടിട്ടെന്ന് നിങ്ങൾ പറയുന്നത്? ഇവിടെ ഈ കോമ്പൗണ്ട് കടന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ, അതറിയോ? അതെ, ഇംഗ്ലീഷ് മീഡിയമാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ചേർക്കുന്നത്. അപ്പൊ നിങ്ങളെപ്പോലത്തെ ആളുകളാണ് നമ്മുടെ നാടിനെ നാശാക്കുന്നത്. നമ്മളെ കുട്ടികൾ മലയാളം പറയാനോ മലയാളം എഴുതാനോ അറിയുന്നില്ല. ഒക്കെ നിങ്ങൾ എല്ലാവരും കൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മള് നല്ല സ്കൂളല്ലേ, നമ്മള് ഗവൺമെന്റ് സ്കൂള്, അവിടെ കൊണ്ടുപോയി ചേർത്തണ്ടേ? നേതാവേ, ഗവൺമെന്റ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ലേ, അവിടെ അതിന് മാത്രം സൗകര്യമൊക്കെ ഉണ്ടാവും. എന്ത് സൗകര്യം ഇല്ലാന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഭയങ്കര സൗകര്യമല്ലേ ഇപ്പോ? പഴയ പോലത്തെ കഞ്ഞിയും ചമ്മന്തിയും ഒന്നും അല്ല ഇപ്പോ. മാത്രമല്ല, ഞാൻ ഇപ്രാവശ്യം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ തലത്തിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ നിൽക്കുകയാണ്. അതറിയോ? ഒരുപാട് വികസനങ്ങൾ. നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ സ്കൂളിൽ ചേർക്കാന്നു കേട്ടോ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നിട്ട് നേതാവേ. എന്നാ അപ്പൊ അവിടെ റിസ്ക് എടുക്കണ്ട അല്ലേ, അവിടെ ഗവൺമെന്റിൽ ചേർക്കാം അല്ലേ? ഞാൻ പോവാൻ നോക്കിയാലോ? അല്ല, നേതാവ് എന്താ ഇവിടെ? അതോ, ഞാനേ എന്റെ 2 മക്കൾ ഇവിടെയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഞാൻ അവരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്, കുറച്ച് നേരമായി. എന്നാ ശരി കേട്ടോ. ഓക്കെ എന്നാ ശരി, ഓക്കെ.